ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവവചനവുമായിട്ട് നിൽക്കുവാൻ കർത്താവ് തന്ന ആ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് വേഗത്തിൽ ഞാൻ ആദ്യം ഒരു ലൈവ് ചെയ്തു, അത് ബ്രോഡ്കാസ്റ്റിംഗ് ബ്ലോക്കായിപ്പോയി. എങ്കിലും ഇന്നത്തെ ദൂത് തന്നെ അതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ദർശനം ഉണ്ടായിരിക്കണം. അതായത് ആത്മാവിലുള്ള ദർശനമാണ് അത്ഭുതങ്ങളുടെ ഗർഭപാത്രം. അതാ ഞാൻ പറയുന്നത്. അത്ഭുതങ്ങൾ, ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ ഒരു അമ്മയുടെ ഗർഭപാത്രം വേണം. അതുപോലെ തന്നെയാണ് പുതിയ നിയമസഭയിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് അത്ഭുതങ്ങളുടെ ഗർഭപാത്രം എന്ന് പറയുന്നത് ആത്മാവിലുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പത്രോസ് പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി 2:17 പറയുന്നത്, അന്ത്യകാലത്ത് സകല ജഡത്തിന് മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യുവാക്കർ ദർശനങ്ങൾ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അപ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കും ദൈവം വെച്ചിരിക്കുന്നതാണ് ആത്മാവിലുള്ള പ്രാർത്ഥന. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെപ്പറ്റിയാണ് ചിന്തിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ ഒന്ന് പറഞ്ഞു തുടങ്ങി. ഏത് പ്രാർത്ഥനയും പുതിയ നിയമത്തിലെ പ്രാർത്ഥന അവസാനിപ്പിക്കേണ്ടത് ദൈവശബ്ദം കേട്ടിട്ട് എഴുന്നേക്കാം. മാത്രമല്ല, ദൈവശബ്ദം കേൾക്കുക മാത്രമല്ല, ദൈവത്തിൽ നിന്നും ചില ദർശനങ്ങൾ പ്രാപിച്ചിട്ട് എഴുന്നേക്കാം. വീണ്ടും ഞാൻ പറയാം, നിങ്ങൾക്ക് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വേണോ? അത്ഭുതകരമായ ജീവിതം വേണോ? നിങ്ങൾക്കൊരു ദർശനം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്, അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത്. കർത്താവ് പറഞ്ഞു, എന്റെ ജനം ദർശനമില്ലായകയാൽ നശിച്ചു പോകുന്നു. ദർശനമില്ലാത്തത് കൊണ്ട് നശിച്ചു പോകുന്നു, അല്ലാതെ വിശ്വാസമില്ലാത്തത് കൊണ്ട് നശിച്ചു പോകുന്നത് എങ്ങും എഴുതിയിട്ടില്ല. ദർശനമില്ല. എന്താണ് അതിന്റെ പ്രാധാന്യം? വീണ്ടും ഞാൻ പറയാം, അത്ഭുതങ്ങളുടെ ഗർഭപാത്രം ആത്മാവിലുള്ള ദർശനങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ കാണുന്ന ദൈവം ശക്തമായി ഉപയോഗിച്ചവർക്കെല്ലാം ഒരു ദർശനമുണ്ടായിരുന്നു. അത് അബ്രഹാം ആയിക്കോട്ടെ, നോഹ ആയിക്കോട്ടെ, പൗലോസ് ആയിക്കോട്ടെ, പത്രോസ് ആയിക്കോട്ടെ, ഏലിയാവ് ആയിക്കോട്ടെ, ഇരമ്യാവ് ആയിക്കോട്ടെ, യെഹെസ്കേൽ ആയിക്കോട്ടെ, മോശ ആയിക്കോട്ടെ, ആരും യോഹന്നാനായിക്കോട്ടെ, യോഹന്നാനായിക്കോട്ടെ, ഒരു ദർശനം ലഭിച്ചവർ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാനൊരു നാമധേയ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കരുത്. അപ്പോൾ തന്നെ ഓർത്തോണം, വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരും. ഇന്നലത്തെ ഇന്നർ ചേംബർ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പവർഫുൾ ആണ് ഇന്നലത്തെ ഞാൻ അതിനുശേഷം ഉടനെ ഞാൻ ഒരു മെസ്സേജും ഞാൻ ഇത് തങ്കുറാറിന്റെ ഇന്നർ ചേംബർ ഇന്നലെ 6ാം വർഷത്തിൽ നിന്ന് 7ാം വർഷത്തിലേക്ക് കടന്നു. അപ്പോൾ അവിടെ അത് കഴിഞ്ഞപ്പം ഞാൻ ഇത് ഷെയർ ചെയ്തത് തന്നെ ഒരു വാക്ക് പറഞ്ഞിട്ടാണ്. ഇന്നത്തെ വചനം പിടികിട്ടിയ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വ്യക്തിക്ക് നിരാശപ്പെടാൻ പറ്റത്തില്ല. അതുപോലെ പവർഫുൾ ആയിട്ടാണ്. നിങ്ങൾ ആരും കേട്ടില്ലെങ്കിൽ നിങ്ങളത് കേൾക്കണം. ഇന്നലെ കർത്താവിന്റെ ദാസൻ യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നാണ് പറഞ്ഞത്. എത്ര പവർഫുള്ളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഓരോ വാക്കിനകത്തും. അത് കഴിഞ്ഞപ്പോഴേ ഉടനെ ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് ഇട്ടു. അപ്പം അതിന്റെ കുറച്ച് മറുപടികൾ വന്നു. ഈ വരും ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ കൂടുതലായിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ ഇന്നതൊക്കെ കൂടെ പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷെ സമയത്തിന്റെ പരിമിതി കൊണ്ട് എനിക്കത് പറയാൻ പറ്റിയില്ല. ഇങ്ങനെ തിളച്ചു മറിയായിരുന്നു. എന്നിട്ടാണ് അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞത്. എന്നോട് പറയാണ്, ഞാൻ പറഞ്ഞു വന്നതിന്റെ അവസാനം കർത്താവ് പറയുകയാണ്, 6 വർഷത്തിൽ നിന്ന് 7ാം വർഷത്തിലേക്ക് കയറിയപ്പോൾ ഇത് സ്വസ്ഥതയുടെ വർഷമായിരിക്കും. അതായത് കണ്ണുകളെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ കുടുംബത്തിലും കുടുംബജീവിതത്തിലും തലമുറകളിലും ഉണ്ടാകുമെന്ന് കർത്താവ് ഇന്നത്തെ ശുശ്രൂഷയുടെ മധ്യത്തിൽ ദൈവദാസൻ വെളിപ്പെടുത്തി. ഇന്നലെ ജോയിൻ ചെയ്തവർക്കറിയാം, അവസാന നിമിഷം അത് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള അങ്ങനെ അതുമായിട്ട് ബന്ധത്തിലല്ല പറഞ്ഞത്, പെട്ടെന്ന് ശക്തമായിട്ട് കർത്താവ് വെളിപ്പെടുത്തുക. അപ്പോൾ തന്നെ ഓർത്തോളം, തളർന്നു കിടന്ന വ്യക്തിയാണ്, കഴുത്തിന് താഴോട്ട് ചലനമില്ലാതെ കിടന്ന വ്യക്തിയാണ്, സാമ്പത്തികമായിട്ട് ബിസിനസ് തകർന്ന് തരിപ്പണമായി കോടികൾ നഷ്ടത്തിലായി നിന്നൊരു വ്യക്തിയാണ്. പക്ഷെങ്കിൽ ഇന്നലത്തെ ഇന്നർ ചേംബർ ആരും മിസ് ചെയ്തില്ലെന്ന് ഞാൻ കരുതുന്നു. അത്ര പവർഫുള്ളി എവിടുന്ന ഒരു വ്യക്തിയെ കർത്താവ് കൊണ്ടുവന്ന് ഈ ദർശനത്തിന് മുമ്പിൽ നിർത്തിയത്? അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്ക് ദർശനം മാത്രമേ ഉള്ളായിരുന്നു, എന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, ഒരു ദർശനം മാത്രമേ ഉള്ളായിരുന്നു. കോട്ടയം പട്ടണത്തിൽ 10,000 വരുന്ന ഒരു സഭയുണ്ട്. അന്ന് 100ഉം 50ഉം 100ഉം അല്ലെങ്കിൽ 10ഓ 300ഓ ഉള്ളവരുടെ ചർച്ച് മാത്രമേ ഉള്ളൂ ഇൻഡിപെൻഡന്റ് ആയിട്ട്. അതായത് ന്യൂ ജനറേഷൻ എന്നൊക്കെ ഇപ്പൊ പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ളതും 10-500 പേരൊക്കെ കാണുമായിരിക്കും. അവിടെ അന്ന്
ഒന്നുമില്ലാതെ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായ വ്യക്തി ഒരു ദർശനത്തിന്റെ പുറകെ പോയി ഇറങ്ങി തിരിച്ചു. അദ്ദേഹം പറഞ്ഞു, നെഹ്റു സ്റ്റേഡിയം ആത്മാക്കളെ കൊണ്ട് നിറയും. എവിടാ? 4 പേര് കൂടില്ല. ആ സമയത്താണ് പറയുന്നത്, നെഹ്റു സ്റ്റേഡിയം ആത്മാക്കളെ കൊണ്ട് നിറയും. നിറഞ്ഞില്ലേ? കഴിഞ്ഞ തവണ 1 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ, 1 lakh പ്ലസ് ആയിരുന്നു അവിടെ കൂടി ന്യൂ ഇയർ മീറ്റിങ്ങിന് കടന്നത്. അപ്പൊ തന്നെ എത്രയോ പേര് വരാൻ പറ്റാത്തവരുണ്ട്. ഒന്ന് ഓർത്തേ, ദൈവദാസന് സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി ബിസിനസ് തകർന്ന് പിന്നെ ഇതിന് താഴെ കഴുത്തിന് താഴെ തളർന്നു കിടന്ന വ്യക്തിയാണ്. പക്ഷെ ദർശനം മാത്രമേ ഉള്ളായിരുന്നു. ഒരു കിട്ടിയ ദർശനത്തിന്റെ പുറകെ അങ്ങോട്ട് പോയി. എല്ലാവർക്കും അറിയാവുന്ന, അതുകൊണ്ട് ഞാനത് അധികം പറയുന്നില്ല. അപ്പോൾ ഇന്നലെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എന്നോട് സോര ഇന്ന ബൈബിളിൽ ഇന്ന ഭാഗത്തു നിന്നൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കാം. അപ്പൊ അവിടെ എഴുതിയേക്കുന്നത് ഒന്ന് നോക്കാം. അവിടെ ഇന്നലെ കർത്താവദാസൻ പറഞ്ഞു, യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് അത് ഞാൻ രാവിലെ ഒന്നുകൂടെ ഒന്ന് വായിച്ചു. പക്ഷെങ്കിൽ അത് എഴുതിയേക്കുന്നത് ഒക്കെ വളരെയേറെ കാര്യങ്ങളുണ്ട് അവിടെ. പക്ഷെ എഴുതിയേക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അത് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, നിനക്കൊരു വിഷയം വരുമ്പം നീ സന്തോഷിച്ചോളാനാ പറഞ്ഞേക്കുന്നത്. സന്തോഷിച്ചോളാനാ പറഞ്ഞത്. കാര്യം അത് നിന്നെ ചില അത്ഭുതങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദർശനമായിട്ട് മാറും. അവിടെ എഴുതിയിരിക്കുന്നത്, വിഷയങ്ങളുടെ മധ്യത്തിൽ ഒരു വീണ്ടും ജനിച്ച ദൈവവേദലിന്റെ മുമ്പിൽ വിഷയങ്ങൾ വരുമ്പോൾ അതിൽ തന്നെ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ നിനക്ക് അതിൽ നിന്ന് ഒരു ദർശനം ലഭിക്കും. അതിനകത്തുനിന്ന് കുറച്ച് കളറുകൾ ദൈവം, കളർഫുൾ ആയിട്ട് ദൈവം നിന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന്റെ ചില ആലോചനകൾ തരും, ചില ദർശനങ്ങൾ തരും. അതിൽ തന്നെ അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്, പിന്നെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന നിങ്ങൾക്ക് സ്ഥിരത ഉളവാക്കുന്നു. സ്ഥിരത എന്നുള്ള വാക്കിലുപരി ദർശനം ഉളവാക്കുന്നു, ദർശനം തരും. സ്ഥിരത ഉളവാക്കുന്നു എന്ന് കണ്ട് നിങ്ങൾ അശേഷം സന്തോഷിപ്പിന്ന് എഴുതിയിരിക്കുന്ന നിന്റെ ദൈവ പൈതലിന്റെ മുമ്പിൽ വരുന്ന എല്ലാ വിഷയങ്ങളുടെ അകത്ത് ഒരു ദർശനം നിനക്ക് ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരു ദർശനം, ഏതനുഭവമാണെങ്കിലും, സാധാരണ പ്രാർത്ഥനയാണെങ്കിലും, ഒരു ഒരു പ്രതികൂലത്തിന്റെ മുമ്പിലുള്ള പ്രാർത്ഥനയാണെങ്കിലും, ദൈവ പൈതലിനെ ഒരു ദർശനം തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരു ദർശനം തരാൻ കർത്താവ് ആഗ്രഹിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദർശനം. ഞാൻ ഇപ്പം ആ മെസ്സേജ് ബൈബിളിലുള്ളത് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ ഇട്ടോളാം. ആ കറക്റ്റ് വേർഡ് അവിടെ എഴുതിയിരിക്കുന്നത്. ദർശനം ഉണ്ടായിരിക്കും. ഏത് സാഹചര്യത്തിലും ഒരു ദൈവത്തിൽ ദർശനം ഉണ്ടായിരിക്കണം. ആ ദർശനം അവനെ നടത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഓരോ പ്രാർത്ഥനയും ദൈവത്തോട് നമ്മൾ പറഞ്ഞിട്ട് ദൈവം കേൾക്കുന്നു എന്ന് പറഞ്ഞ് എഴുതേക്കുകയില്ല. ദൈവത്തിൽ നിന്നും കേൾക്കണം. 2, ദൈവം കാണിച്ചു തരുന്ന ചില ദർശനങ്ങൾ. ഞാനെന്താ പറഞ്ഞത്, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ ദൈവം ശക്തമായി ഉപയോഗിച്ചവർക്കെല്ലാം ദർശനമുണ്ടായിരുന്നു. ഇന്ന് ലോകത്തിൽ ദൈവസഭകളിൽ ഏറ്റവും ശക്തമായി ഉപയോഗിക്കപ്പെടുന്നവർക്കെല്ലാം ദർശനമുണ്ടായിരുന്നു. അവരൊക്കെ ദർശനം ലഭിച്ചവരാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് പറഞ്ഞേ, എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ളിലും ഞാനൊരു ദർശനം കാണണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞത്, ചിലര് അവരുടെ ദർശനം അവർ തന്നെ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെയുണ്ട്. മുമ്പേ ഞാൻ പറഞ്ഞത് ദൈവം തരുന്ന ദർശനങ്ങൾ. അബ്രഹാമിന് ദൈവം കൊടുത്ത ദർശനം, അല്ലെങ്കിൽ മറ്റ് എഹെസ്കേലിന് ദൈവം കൊടുത്ത ദർശനം, യിരെമ്യാവിന് ദൈവം കൊടുത്ത ദർശനം, അല്ലെങ്കിൽ ഏലിയാവിന്, മോശയ്ക്കായിക്കോട്ടെ ദൈവം കൊടുത്ത ദർശനം. പക്ഷെങ്കിൽ ഈ പുതിയ നിയമ വ്യവസ്ഥയിൽ എഴുതിയിട്ടുണ്ട്, ആത്മാവിൽ പ്രാർത്ഥിച്ച അവർ ദർശനം കണ്ടു, എന്നിട്ട് അവരത് നടപ്പിലാക്കിയെടുത്തു. അതുകൊണ്ട് ഇതിലെ കർത്താവദാസൻ പറഞ്ഞതുപോലെ യാക്കോബിന്റെ ലേഖനം 1 പറഞ്ഞത്, കർത്താവദാസൻ പറഞ്ഞത് വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ദൈവം ഒരു വ്യക്തിയെ വീണ്ടും ജനിപ്പിക്കുമ്പോൾ തന്റെ ഇഷ്ടപ്രകാരം, തന്റെ ഹിതപ്രകാരം, തനിക്കു വേണ്ടി തന്നെ പോലെ തന്നെ ദൈവം വചനത്താൽ വീണ്ടും ജനിപ്പിക്കും. എന്നിട്ട് പറഞ്ഞ് ഉൾനട്ട വചനം. അപ്പോൾ വചനം ഉള്ളിലോട്ടങ്ങ് കൊടുക്കും. എവിടെ ഇരിക്കുന്ന അവിടെ കർത്താവദാസൻ പറഞ്ഞത്, നമ്മൾ സാധാരണ സാധാരണഗതി തെറ്റിദ്ധരിക്കപ്പെടും. വിശുദ്ധി ഇനിയും നമ്മൾ ആർജിക്കുകയല്ല, വിശുദ്ധി ഓൾറെഡി തന്നു. ഈ ഉൾനട്ട വചനത്തോടുകൂടി മുഴുവൻ വിശുദ്ധിയും തന്നു. ഇനി നമ്മൾ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്, അതായത് ആത്മാവിൽ, അതാണ് 2 കൊരിന്ത്യർ 3:17-18 പറയുന്ന, ആത്മാവിൽ നമ്മൾ നിറയുമ്പോൾ വിശുദ്ധിയുടെ ഗ്രേഡ് കൂടുകയല്ല ചെയ്യുന്നത്, നമ്മളിൽ തന്നെ ആ തേജസ് വെളിപ്പെടുക ചെയ്യുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, സാധാരണ വളരെ തെറ്റിദ്ധരിക്കാൻ പറ്റുന്നൊരു വാക്കാണ്. പക്ഷെങ്കിൽ
ഞാനപ്പം അതിനുശേഷം കർത്താവിന്റെ ദാസനോട് പറയായിരുന്നു, തങ്കുബ്രദറിനോട് പറയായിരുന്നു, തങ്കുബ്രദറെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിടികിട്ടണമെങ്കിൽ ഇത് മറ്റൊരു ചിന്താഗതിയിൽ ഇരിക്കുന്ന, മറ്റൊരു കാഴ്ചപ്പാടിലിരിക്കുന്നവർക്ക് ദഹിക്കാൻ വലിയ പാടാണ്. പക്ഷെങ്കിൽ ഈ ഞാൻ പറഞ്ഞിങ്ങനെ ഈ മിഡ് എയറിൽ വെച്ച്, അതായത് ആകാശത്ത് വെച്ച് തന്നെ ചില പ്ലെയിനുകളിൽ ഫ്യൂവല് നിറയ്ക്കും. വേറൊരു പ്ലെയിൻ വന്നിട്ട് ഈ പറന്നുകൊണ്ടിരിക്കുന്ന പ്ലെയിനകത്ത് ഫ്യൂവൽ ചെയ്യും. അത് പറക്കുന്ന പ്ലെയിനും ഈ എടുക്കുന്ന പ്ലെയിനും കൊടുക്കുന്ന പ്ലെയിനും ഒരേ സ്പീഡിൽ ഒരേ ഫ്രീക്വൻസിയിൽ അവർ യാത്ര ചെയ്യുന്നു. എങ്കിലേ ചെയ്യാൻ പറ്റത്തില്ല. അല്ലാതെ ഒരാള് കൊച്ചിയുടെ ആകാശത്തും ഒരാൾ തിരുവനന്തപുരത്തിന്റെ ആകാശത്ത് വരുന്നതുകൊണ്ട് ഫ്യൂവലിംഗ് നടക്കത്തില്ല. അപ്പോൾ ദൈവദാസൻ പറഞ്ഞ ദർശനം ആർക്കാ പിടികിട്ടുന്നത്? ഈ ദർശനവുമായിട്ട് ഏറ്റവും അടുത്തടുത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇത് പിടികിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടാം, ദുരുപദേശമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാം. വിശുദ്ധി ഇനിയും കൂടുതൽ കിട്ടുകയല്ലെന്ന് പറയുമ്പോൾ പലരും പ്രസംഗിച്ച് ന്യായവിധി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. കീറിക്കളയുന്ന ദൈവത്തെ പറ്റി പറയുമ്പോഴാണ് ആ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഉൾനട്ട വചനം അതിന് മുമ്പിൽ എഴുതിയിരിക്കുക, ദൈവം തനിക്ക് വേണ്ടി ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം, ദൈവം തനിക്ക് വേണ്ടി ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ഉള്ളിൽ ഇരുന്ന വചനം നമ്മുടെ ഉള്ളിൽ തന്നിട്ട് അവിടെ ദാസൻ അടുത്ത ഭാഗം പറഞ്ഞുകൊണ്ടല്ലോ, അത് നമ്മൾ ദിനംതോറും നമ്മൾ ആ ദർശനത്തിൽ നിന്നുകൊണ്ട് ദർശനം പറയുകയും ചെയ്യണം. അതാ ഇന്നലെ പറഞ്ഞത്. നമ്മൾ ഒരിക്കൽ കേട്ടിട്ട് മറന്നുപോയാൽ കണ്ണാടി നോക്കിയിട്ട് ഇറങ്ങിപ്പോകുന്നതിന് പോകില്ല. പകരം എല്ലാ ദിവസവും ദൈവവചനത്തിലും പ്രാർത്ഥനയിലും നിന്ന് നമ്മൾ ആരാണോ ആകാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഡൂവേഴ്സ് ഓഫ് ദ വേൾഡ്, കേൾവിക്കാരായിട്ടല്ല ചെയ്യുന്നവരായിട്ട്. എന്തുവാ, അത് നടക്കും, അതേ നടക്കത്തുള്ളൂ. എവിടെ ആയിരിക്കും? പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഏത് ദർശനമാണെങ്കിലും ഇറ്റ് ഷുഡ് ബി അലൈൻ ടു ദ വേൾഡ്. ഈ ദൈവവചനമായിട്ട് അലൈൻ ചെയ്യണം, അലൈൻമെന്റിൽ വരണം. അല്ലാതെ ചുമ്മാതെ എനിക്ക് എന്റെ ഭോഗ ഇഷ്ടങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ ദർശനം കണ്ടിട്ട് നടക്കുമെന്ന് പറയല്ല. പക്ഷെങ്കിൽ ഞാൻ പറയുന്നത് ഈ ദൈവവചന പ്രകാരം നീ ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ അത് ഉയർച്ച കണ്ടോണം. കാര്യം വ്യവസ്ഥയാണ്, ദൈവം വെച്ചേക്കുന്ന വചനമാണ്. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ കണ്ടോണം. നിന്റെ ഭാര്യ മേശയ്ക്ക് ചുറ്റും നിന്റെ മുന്തിരിവള്ളി പോലെയും നിന്റെ കുഞ്ഞുങ്ങൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈ പോലെ ഉണ്ടെന്ന് 128 സങ്കീർത്തനം എഴുതിയിട്ടുണ്ടേ. അത് തന്നെ കണ്ടോണം. കാണുക മാത്രമല്ല, അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതായത് ഇന്നലെ ദേവദാസൻ പറഞ്ഞത്, പറഞ്ഞുകൊണ്ട് ഒബ്സർവ്. നീ അത് ഒബ്സർവ് ചെയ്തോണ്ടിരിക്കണം. നടക്കുന്നുണ്ടോ നോക്കണം. ഇത് നടക്കുന്നില്ലേ എന്ന് ചോദിച്ചോണ്ട് ആ ഒരു തീഷ്ണതയോടെ വേണം പ്രാർത്ഥിക്കാൻ. ഇന്ന് തന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാം, ആത്മാവിലുള്ള പ്രാർത്ഥന ചില ദർശനങ്ങൾ കിട്ടും. ഇപ്പൊ തന്നെ ചില ദർശനങ്ങൾ, ചിലർ ഇപ്പൊ തന്നെ നിങ്ങളുടെ കുടുംബത്തെ പറ്റി ചില അസാധാരണമായ ചില കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങി. യെസ്, ഐ നോ. ഇപ്പൊ തന്നെ നിങ്ങളുടെ കുടുംബത്തെ പറ്റി ചില പ്രതികൂലത്തിനകത്ത് അസാധാരണമായ ചില വിടുതലുകൾ ചിലർ ഇപ്പൊ കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ നിന്നോണം. ദൈവത്തിന്റെ വചനമാണ്, ഞാൻ നിന്റെ തലമുറ അനുഗ്രഹിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ മക്കളില്ലാത്തവര് തലമുറ നടക്കുമോ? ഇത് വല്ലതും നടക്കുമെന്നേ. അതല്ലേ ഈ ദൈവവചനം എഴുതിയിരിക്കുന്നത്. റോമാലേഖനം 4:18-19 എഴുതിയിരിക്കുന്നത് എന്തുവാ? അബ്രഹാം തന്റെ പ്രായം ഗ്രഹിച്ചിട്ടും, അല്ലെങ്കിൽ സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം അറിഞ്ഞിട്ടും അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്നലെ കേൾക്കുന്നവരോട് പറ്റും, നിങ്ങൾ ഇപ്പൊ കണ്ട ദർശനമോടല്ല നടക്കാൻ പോവാം. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ പറ്റി കണ്ട ദർശനം നടക്കാൻ പോവാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറ്റി കണ്ട ദർശനം നടക്കാൻ പോവാം. നിങ്ങളുടെ ഭാവിയെ പറ്റി, നിങ്ങളുടെ സാമ്പത്തികമായിക്കോട്ടെ, നിങ്ങളുടെ ബിസിനസ് ആയിക്കോട്ടെ, ബിസിനസിനെ ദൈവം എതിർത്ത് നിൽക്കൂ. ഇല്ലില്ല. കർത്താവിന്റെ വാഗ്ദത്തത്തിൽ ഒന്നാ, നിന്റെ കൈവേലയെ ഞാൻ അനുഗ്രഹിക്കും. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയാണ്, ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത തിന്നുകയും വേണ്ടാന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ ജോലി ചെയ്യണം. മടിയന്മാരായിട്ട് മെനക്കെട്ട് നിൽക്കില്ലെന്ന് എഴുതിയേക്കുന്നത്. കൈകൊണ്ട് പ്രവർത്തിക്കും. കൃഷിക്കാര് കൃഷി ചെയ്യണം. ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ കാണുന്ന ദർശനത്തിലോട്ട് നിങ്ങൾ പോകും. ഒരു ക്യാമറ എടുത്തു വെച്ചാൽ അത് ആ ലോകത്തിലുള്ള മുഴുവനും കൂടെ അല്ല അവർ എടുക്കുന്നത്. അത് അതിനകത്ത് വരുമെങ്കിലും അവര് ഫോക്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. സോ ലക്ഷ്യമില്ലാത്ത അമ്പ് വേസ്റ്റ് ആയി പോയെന്ന് അതിന്റെ അർത്ഥം. ലക്ഷ്യമില്ലാത്ത അമ്പ് ചുമ്മാ എങ്ങോട്ടേലൊക്കെ അമ്പ് വിട്ടിട്ട് കാര്യമുണ്ട്. ലക്ഷ്യത്തിലോട്ട് വിട്ടുന്ന അമ്പ് മാത്രമേ അത് വേസ്റ്റ് ആകാതെ പോകത്തുള്ളൂ. ഇന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഒരു കൃഷിക്കാരൻ വിതയ്ക്കുമ്പോൾ
അവൻ വിത്ത് കൊണ്ടിടുമ്പോൾ അവൻ അതിനകത്തുനിന്നൊരു വിളവാവും കാണുന്നത്. ഈ ലോകത്തിലെല്ലാം പോട്ടെ, വലിയ ദൈവദാസന്മാരുടെ കാര്യമൊക്കെ പോട്ടെ, ഒരു സാധാരണ വ്യക്തി നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നു, ഒരു 12 വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീ, അവള് വീട്ടിൽ വെച്ച ദർശനം കണ്ട് ഇന്ന് ഞാൻ പോയി സൗഖ്യമായിട്ട് വരുന്നു. വീട്ടിൽ വെച്ചേ അവള് പറഞ്ഞു, ഇന്ന് ഞാൻ അവനെ പോയി തൊടും, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലേലും തൊട്ടാൽ മതി, ഞാൻ ഇന്ന് സൗഖ്യമാവും. അവള് ദർശനവുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുക. സൗഖ്യമൊന്നും നടന്നിട്ടില്ല. വീട്ടിൽ വെച്ച് തന്നെ. അപ്പൊ അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, ദൈവം തരുന്ന ചില ദർശനം, പ്രാർത്ഥനയിൽ ദൈവം തരുന്ന ദർശനമുണ്ട്. 2, ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചില ദർശനങ്ങൾ ദൈവവചനപ്രകാരം കാണും, ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് കാണും. അത് തന്നെ അവള് വീട്ടിൽ ഇരുന്ന് ദർശനം പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ ഇരുന്നില്ല, അവൾ ഇറങ്ങി നടപ്പിലാക്കാൻ അവളുടെ കാല് വെച്ച് അവള് വെളിയിലോട്ട് ഇറങ്ങി. പ്രതികൂലവും പ്രതിസന്ധിയും ജീവന് ഭീഷണിയാണ്, പക്ഷെ അവൾ ഇറങ്ങി. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ജീവന് ഭീഷണി ഉണ്ടെങ്കിൽ പോലും ദർശനമുള്ളവൻ അടങ്ങിയിരിക്കത്തില്ല. ഇന്ന് നിങ്ങൾ ഏറ്റവും വലിയ പരാജയത്തിൽ കൂടെ ആയിരിക്കും പോകുന്നത്, ഏറ്റവും വലിയ തകർച്ചയിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ഒരു ലക്ഷ്യമില്ലെന്ന് പറയുന്നിടത്തേക്ക് ഒരു ദർശനം ഒന്ന് കണ്ടേ, ദേവദാസന്മാർ ദർശനം ഒന്ന് കണ്ടേ, വലിയ സഭ ഒന്ന് കണ്ടേ, ആത്മാക്കൾ 1000-ങ്ങൾ 10,000-ങ്ങൾ ലക്ഷങ്ങൾ കോടികൾ നിങ്ങൾ ചർച്ച വരുന്ന ഒന്ന് കണ്ടേ. അല്ലാതെ എനിക്കതിനുള്ള കഴിവില്ല, എനിക്കുള്ള അറിവില്ല, എന്റെ സഭയിൽ പണക്കാരും ഇല്ല, ആ ഇടുക്ക ചിന്താഗതി മാറ്റിക്കേ. കർത്താവിന്റെ ദാസൻ തങ്കുറാന്റെ മുമ്പിൽ നിർത്തിയേക്കല്ലേ. 4 പേരില്ലാത്തപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, നെഹ്റു സ്റ്റേഡിയം മുഴുവൻ ആളുകൊണ്ട് നിറയും. 10,000-ങ്ങൾ കോട്ടയത്ത് ഉണർവ് കാണാൻ വന്നില്ലേ ഉണർവ് കാണാൻ. എത്രയോ രാജ്യങ്ങളിൽ നിന്ന് ദേവദാസന്മാർ വന്ന് ഈ കോട്ടയത്ത് നടക്കുന്ന ഈ ഉണർവ് കാണാൻ. ഇന്ന് ഈ കേരളത്തിൽ നടക്കുന്ന ഈ ന്യൂ ജനറേഷൻ എന്നൊന്നും പറയണ്ടേ, ദൈവത്തിന് ജനറേഷൻസ് ഒന്നുമില്ല, ദൈവത്തിന് ഒറ്റ ദൈവമാണ്, ഒറ്റ ആത്മാവാണ്, പല ജനറേഷൻസിലൊന്നുമല്ല, ഒറ്റ ആത്മാവാണ്. ഈ ദൈവപ്രവൃത്തി കാണാൻ തന്റെ ദർശനത്തിൽ പറഞ്ഞു വിട്ട വാക്ക് ദൈവം കാണിച്ചു തന്നില്ലേ, നമ്മൾ അനുഭവിച്ചില്ലേ. കോട്ടയത്ത് ഈ ദർശനം കാണാൻ, ഈ ഉണർവ് കണ്ട് എങ്ങനെയാണെന്ന് പഠിക്കാൻ. എന്തിനാ? കോഴഞ്ചേരിയിൽ ആള് വന്നിട്ടുണ്ടല്ലോ, ഈ ഉണർവ് എങ്ങനെയാ നടക്കുന്നതെന്ന് പഠിക്കാൻ. ബൈബിൾ കോളേജിൽ നിന്ന് അയക്കപ്പെട്ടവരായിട്ട് വന്നു. നമ്മൾ വിളിക്കുക, നമുക്കറിയാം ഇതുവല്ലം പറഞ്ഞു കൊടുക്കാൻ. ഇപ്പോഴും ആരെങ്കിലും വന്ന് തർക്കിക്കാൻ പറഞ്ഞാൽ നമുക്കറിയത്തില്ല ഇതൊന്നും. ആകെ ഒറ്റ കാര്യം അറിയത്തുള്ളൂ, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, വിശ്വസിക്കുന്നവൻ ദൈവത്തിന്റെ മഹത്വം കാണും, അത്രേ ഉള്ളൂ. ചോദ്യം ചോദിക്കുന്നവൻ വിശ്വാസത്തിൽ നിന്ന് ചോദിക്കാത്തത് കൊണ്ട് കാണത്തില്ല, സംശയിക്കുന്നവൻ വിശ്വാസത്തിലല്ലായിക്കാൽ കാണത്തില്ല. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്ന് തന്നെ വിശ്വസിക്കും, ഒട്ടും വിട്ടുകൊടുക്കത്തില്ല. ആരെന്നാ പറഞ്ഞാലും, എന്നെ ഭ്രാന്താണെന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കത്തില്ല. കാര്യം കണ്ട സത്യമാണ്. യോഹന്നാൻ പറഞ്ഞ പോലെ ഞങ്ങൾ കാണുകയും ഞങ്ങൾ കേൾക്കുകയും ഞങ്ങൾ തൊടുകയും ഞങ്ങൾ നോക്കുകയും ചെയ്ത ജീവന്റെ വചനമായിരുന്നു. ജീവിത അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഇത്. രോഗത്തിന്റെ സൗഖ്യത്തിന്, ക്യാൻസർ രോഗികൾ സൗഖ്യമായതും ഹൃദ്രോഗികൾ സൗഖ്യമായതും മറ്റനവധി നടക്കാൻ വയ്യാത്തവർ എഴുന്നേക്കുന്നതും കണ്ണില്ലാത്തവർക്ക് കണ്ണ് സൃഷ്ടിക്കപ്പെടുന്ന ഈ കണ്ണാൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനിതിനെ സംശയിക്കുന്ന മറ്റൊരാള് പോയിന്റ് അതാണോ ഇങ്ങനെയാണോ പോയിന്റ്, ഈ പോയിന്റ് ഒന്ന് വിവരിച്ച. ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ വലിയ വാദങ്ങൾ നടക്കും. ആര് കെയർ ചെയ്യുന്നു? അനുഭവമുള്ളവരാ. ഈ ജീവനുള്ള ദൈവത്തിനെ അനുഭവിക്കുന്നവർക്ക് പിന്നെ ഇനി ആരും അതിനെ പ്രൂവ് ചെയ്ത് തരുമെന്നും വേണ്ട. അവർക്ക് ജീവിത അനുഭവങ്ങളുണ്ട്. അപ്പൊ ഞാൻ വേഗത്തിൽ ഇന്ന് അവസാനിപ്പിക്കുക. ഇന്ന് എന്നെ കേൾക്കുന്ന മുഴുവൻ പേരോടും പറയാം, നിങ്ങളുടെ പ്രതികൂലവും തടസ്സവും ദർശനം കാണുന്നതിനെതിരല്ല, നിങ്ങളുടെ ഇല്ലായ്മ ദർശനം കാണുന്നതിനെതിരല്ല, നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് എതിരെ. അതായത് ഇന്നലെ കർത്താവിനദാസൻ പറഞ്ഞത്, നമ്മളാ ചില ലിമിറ്റ് വരച്ചു വെക്കുന്നത്, ചില വരച്ചു വെക്കുക. ഇതിനപ്പുറം ഞാൻ പോകത്തില്ല, എനിക്കില്ല, എനിക്കുണ്ട്, ഞാൻ മറ്റവരേക്കാൾ മികച്ചവരാ, എനിക്ക് അവർക്കില്ലാത്ത ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ വരയ്ക്കുക. ഞാൻ ആരാണെന്നറിയാം. അത് ഇന്നലെ കർത്താവിനദാസൻ തോമസ് പറഞ്ഞത്. എനിക്കില്ലെന്ന് പറയുമ്പോഴും ഞാൻ വരയ്ക്കുക, എനിക്കൊന്നുമില്ല, ഈ വരയ്ക്ക് മേളിൽ ഞാൻ പോകാൻ പറ്റത്തില്ല, വരച്ചിടുക. ആ വരയ്ക്ക് വെളിവാ. നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളുടെ കുടുംബത്തെ കൊണ്ട് പറ്റും, നിങ്ങളുടെ തലമുറകളെ കൊണ്ട്. ഇപ്പം തടസ്സവും പ്രശ്നവും പേടിക്കേണ്ടെന്ന് ദർശനം പുതുക്കിക്കൂ. അതിൽ തന്നെ ഇരുന്നു, അത് വെളിപ്പെടും. ഞാൻ വീണ്ടും പറയാണ്, ഗർഭപാത്രമെന്ന് പറയുന്നത്, അത്ഭുതങ്ങളുടെ ഗർഭപാത്രമെന്ന് പറയുന്നത് തന്നെ ആത്മാവിൽ ലഭിക്കുന്ന ദർശനമാണ്. ആത്മാവിൽ ലഭിക്കുന്ന ദർശനമാണ് അത്ഭുതങ്ങളുടെ. ഇന്ന് കൂട്ട അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് നിങ്ങളുടെ ദർശനം ഒന്ന് മാറ്റിപ്പിടിച്ചേ. നിങ്ങളുടെ കാണുന്ന റിയൽ ലൈഫിൽ കാണുന്നതല്ല ദർശനം. ഒരിക്കലും കരുതില്ല, ആ ബ്രദറെ ഇതൊക്കെ ഞാൻ ഇന്ന അതല്ല ദർശനം. ആത്മാവിൽ
അസാധാരണമായത് കാണണം. ഈ ദൈവവചനത്തിലെല്ലാം അസാധാരണമായത് കണ്ടവരെയാ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചത്. അപ്പൊ ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ വീണ്ടും നമ്മൾ ഉപവാസത്തിലിരിക്കുക. ഞാൻ ഇന്നലെ കർത്താവിദാസ് തങ്ങളോട് പറഞ്ഞു, എന്തായാലും തായ്ലൻഡിൽ നിന്ന് വരുമല്ലോ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക്. ഇപ്പം 29 മുതൽ 5 വരെ കോട്ടയത്ത് നടക്കുന്ന മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കണം. ഇന്നലെ കർത്താവിദാസൻ പറഞ്ഞ പോലെ വിടുതലിനും സൗഖ്യത്തിനും വേണ്ടി മാത്രമായിട്ട് ആരും വരരുത്. എനിക്കിതുപോലൊരു ദർശനം, കൂടുതൽ ദർശനം പ്രാപിക്കണം, അല്ലെ എന്റെ ദർശനത്തിൽ എനിക്ക് നിൽക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു, ദേവദാസൻ വരുമല്ലോ. ഇതിന്റെ ബാക്കി ഇന്നലെ അത് ആ ശുശ്രൂഷ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു കാര്യം അറിയായിരുന്നു. ഓരോ വാക്കിലും ഞാൻ പറയായിരുന്നു, സോര 10 ഡയറക്ഷനിൽ പോകാനുള്ളതാ ഉള്ളിലിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് സമയത്തിന്റെ ഇതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. എന്നോട് പറഞ്ഞു, സോര ഞാനങ്ങ് ഞെരുങ്ങുകാരുന്നു. അത് നമുക്ക് കാണുമ്പോൾ നമുക്കറിയാം. ഓരോ വാക്കിനകത്തൊന്നും 10 ഡയറക്ഷനിൽ പോകാനുള്ള ആത്മാവിന്റെ ചലനമാണ്. ഇന്നെന്നെ കേൾക്കുന്നവരോട് പറഞ്ഞിട്ട്, ചിലർക്ക് ഇത് തമാശകളിയായിരിക്കും, ചിലർക്ക് ഇത് മണ്ടത്തരമായിരിക്കും, പൊട്ടത്തരമാണ്. പക്ഷെ എനിക്കിത് ജീവനാണ്. കാരണം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, വെള്ളം വീഞ്ഞാകുന്നതും മുടന്തൻ എഴുന്നേൽക്കുന്നതും മരിച്ചവൻ ജീവനിലേക്ക് മടങ്ങി വരുന്നതും കണ്ടപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുക, ദമാസ്കോസിൽ വെച്ച് തന്റെ അനുഭവം വെച്ചിട്ട് പറയാ, ഈ സുവിശേഷം കുഞ്ഞുകളിയല്ല. അതാ റോമാലേഖനം 1:16 പറഞ്ഞത്. സുവിശേഷത്തെ പറ്റി എനിക്ക് ലജ്ജയില്ല, അത് രക്ഷിക്കപ്പെടുന്ന ഏവർക്കും, ആദ്യ യഹൂദനും പിന്നെ യവനനും രക്ഷയ്ക്കായി ദൈവത്തിന്റെ ശക്തിയാ. ആർക്കാ? വിശ്വസിക്കുന്നവന്. അല്ലാത്തവന് ഭോഷത്വമാ, മണ്ടത്തരമാ. ഈ 21-ാം നൂറ്റാണ്ടിൽ ഇതൊക്കെ ഇതിന്റെ പുറകെ പോകുന്ന മൊണ്ണകളുണ്ടല്ലോ എന്നാ പറയുന്നത്. എന്നാ ചെയ്യാനാ? ഇത് വിശ്വാസിയാ. ഇത് മൊണ്ണയെന്ന് പറഞ്ഞാൽ വിശ്വാസി എന്നെ എടുക്കാനാ, ജീവിത അനുഭവമുള്ളവരാ. അതുകൊണ്ട് ഒരു പ്രതികൂലത്തിനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല, പാട്ടില്ലാതാക്കാൻ പറ്റത്തില്ല, ആരാധന ഇല്ലാതാക്കാൻ പറ്റത്തില്ല. കാര്യം ഉറപ്പാ. ഒരു ദർശനത്തിന്റെ പുറകെ പോകുന്നവര്, ഒരു വ്യക്തിയുടെ പുറകെ പോകുന്നവരല്ല. തങ്ങളുടെയും തോമസുടെയും പുറകെ വരാൻ ഇന്ന് വരെ അവര്, ഞാൻ 26 വർഷമായി, ഇന്ന് വരെ അവർ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ പുറകെ വാ. ഞങ്ങൾക്ക് ഏതാണ്ട് 5 പൈസ ഇന്ന് വരെ ഞാൻ ഇവർക്ക് കൊടുത്തിട്ടുമില്ല. 5 പൈസ ഇതുവരെ കൊടുത്തിട്ടുമില്ല. പക്ഷെങ്കിൽ ഇതുവരെ അവർ പറഞ്ഞിട്ടുമില്ല ഞങ്ങളുടെ പുറകെ വാന്ന് പറഞ്ഞിട്ടുമില്ല. ആകെ പറഞ്ഞത്, നിങ്ങൾ കർത്താവിന്റെ പുറകെ പോയാൽ, ഞങ്ങൾ കാണിച്ചു തന്ന ഈ കർത്താവുണ്ടല്ലോ, ഈ കർത്താവിന്റെ പുറകെ പോയാൽ നീയും നിന്റെ തലമുറയും നശിച്ചു പോകത്തില്ല. അത് മതി, ആ ദർശനം മതി. നീ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ഞാൻ ചാർജ് ആവുക. എനിക്ക് ഇത് ചിലപ്പോൾ മണിക്കൂർ, എനിക്കൊരു ആഗ്രഹമുണ്ട്, രാവിലെ തുടങ്ങി പിറ്റേ ദിവസം രാവിലെ വരെ, അതായത് 24 മണിക്കൂർ ഇങ്ങനെ ദൈവവചനം ഫേസ്ബുക്കിൽ ലൈവിൽ കൂടെ ഇടണമെന്ന്. പറ്റുമെങ്കിൽ ഞാനത് ചെയ്യും. കാര്യം ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോവാം. കേൾക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് അവർ ജോലിയൊക്കെ ഉണ്ട്, വരുന്ന ജോയിൻ ചെയ്താൽ മതി. അങ്ങനെ ഒരു പദ്ധതിയുണ്ട്. കാര്യം എന്നെ കൊണ്ടാവുന്ന അവസാനത്തെ ശ്വാസം വരെ യേശു ജീവിക്കുന്നെന്ന് പറയാനാണ് എന്റെ താല്പര്യം. അതേതെല്ലാം മുഖാന്തരങ്ങളായാലും, മുറ്റത്ത് കൺവെൻഷനാണെങ്കിലും അല്ലാത്ത കൺവെൻഷനാണെങ്കിലും മീറ്റിങ്ങുകളാണെങ്കിലും അല്ലെങ്കിൽ വഴിവെക്കിൽ പരസ്യയോഗമാണെങ്കിലും ട്രാക്ട് കൊടുക്കുന്നതിലാണെങ്കിലും എവിടെയും എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, യേശു ക്രിസ്തു ജീവനോടെ ഉണ്ട്. വിശ്വസിക്കുന്നവനെ കൈവിടത്തില്ല. അവന് മതമില്ല, ജാതിയില്ല, അവന് മക്കൾ മാത്രമേ ഉള്ളൂ. തന്നെ ഇന്നലെ 2 ദിനവൃത്താന്തത്തിൽ നിന്ന് ഞാനത് ഉദ്ധരിച്ചു. തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ അഭിവൃദ്ധി നൽകുന്നത്. എന്തോ ചെയ്യാനോ ചില വ്യവസ്ഥയാണ്. തന്നെ അന്വേഷിക്കുന്നവർ, ദർശനത്തിൽ തന്നെ അന്വേഷിക്കുന്നവരുടെ മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹം കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് എതിർത്ത് നിൽക്കുകയും പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ കൂടെ ദൈവപ്രവർത്തി നടക്കുക. അത് ഏത് വലിയ ദൈവദാസനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുകയാണെങ്കിൽ ദൈവപ്രവർത്തി നടക്കത്തില്ല. ദൈവപ്രവർത്തി നടക്കാത്തിടത്തോളം പിന്നെയും താണു വീണുകൊണ്ടിരിക്കും. അതാണ് പണ്ട് നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ, അങ്ങനെ മലയാളത്തിൽ പഴഞ്ചൊല്ല, അത് അല്ലേ അത് പറയണ്ട, അല്ലേ പറഞ്ഞേക്കാം. വളരെ പ്രാധാന്യം. കക്കും തോറും മുടിയും, മുടിയും തോറും കക്കും. കേട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്. കക്കും തോറും മുടിയും തോറും കക്കും. മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവപ്രവർത്തിക്കെതിരെ, അന്യോന്യ ദൈവദാസന്മാർ ദൈവസഭയ്ക്കെതിരെ എത്രമാത്രം നമ്മൾ പറയുമോ അത്രമാത്രം നമ്മൾ താഴോട്ട് പോകുമ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെയും താഴോട്ട്. ഈ കണ്ടത്തി ചെളിയിലൊക്കെ വീണ് കഴിഞ്ഞാൽ, ഫുൾ ചെളിക്കകത്ത് വീണ് കഴിഞ്ഞാൽ എത്ര ശ്രമിച്ചാലും വെളിയിലോട്ട് വരാൻ പറ്റത്തില്ല. എടുക്കുന്ന ഓരോ ശ്രമവും പിന്നെയും താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇന്ന് ഒന്ന് പറയുന്നവർ പറയട്ടെ, കളിയാക്കുന്നവർ കളിയാക്കട്ടെ, നിന്ദിക്കുന്നവർ നിന്ദിക്കട്ടെ. ഞാനിത് മുറുക്കെ പിടിച്ച്, ഈ ദർശനത്തിൽ മുറുക്കെ പിടിക്കും. എത്ര പേര് പറയും? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ഇന്നത്തെ ഈ കൂടിവരെ നിങ്ങളുടെ ചരിത്രം മാറ്റും, നിങ്ങളുടെ തലമുറകളുടെ ചരിത്രം മാറ്റി. ഒന്നും പേടിക്കണം. കർത്താവ് വീണ്ടും ഉള്ളിൽ പറയാം, ദർശനമുള്ളവന് ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട് ദൈവം.
അത് സമാപ്തിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ കാണുമ്പോൾ തന്നെ ചില ദർശനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കും. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നത് സമാപ്തിയിലേക്ക് ഓടുന്നു. അത് വരാതെ പോകത്തില്ല നിശ്ചയം. കാരണം ഇത് പൂർത്തീകരിക്കുന്നവൻ നമ്മുടെ കൂടെ യേശു ആണ് കർത്താവ്. പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജോയിൻ ചെയ്ത മുഴുവൻ പേരും ദൈവത്തിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് സ്പർശിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇന്ന് ഏത് വിഷയത്തിൽ പ്രയാസത്തിലിരുന്നാലും ആ ദർശനത്തെ അങ്ങ് പുതുക്കണേ കർത്താവെ. ഒരു പുതിയ ദർശനം നൽകണേ. ഉണർവിന്റെ, ശക്തിയുടെ, അനുഗ്രഹത്തിന്റെ, ഉയർച്ചയുടെ, അത്ഭുതങ്ങളുടെ ദർശനങ്ങൾ എല്ലാവരും കാണട്ടെ. ആ ദർശനത്തിൽ തന്നെ ഇരിക്കുവാനുള്ള കൃപ കൊടുക്കണം. ദർശനം തന്നെ പറയുവാനുള്ളത് കൃപ ചെയ്യണം. ഒട്ടും വിട്ടുകൊടുക്കാതെ ആ ദർശനത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ സഹായിക്കണം. ഒരു ദിവസം വരുന്നുണ്ട്, കണ്ട ദർശനം, ആത്മാവിൽ കണ്ടത് മുൻപിൽ വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. പിതാവേ, അത് കുടുംബത്തിൽ, കുടുംബജീവിതത്തിൽ, തലമുറകളിൽ, ശുശ്രൂഷ രംഗങ്ങളിൽ, ആരോഗ്യ രംഗങ്ങളിൽ, സാമ്പത്തിക രംഗങ്ങളിൽ, എല്ലാ മേഖലകളിലും വെളിപ്പെടട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ഇതിൽ ജോയിൻ ചെയ്ത പുഷ്പ സിസ്റ്ററുണ്ട്, അനിത സിസ്റ്ററുണ്ട്, അനേകർ, സൂസൻ സിസ്റ്ററുണ്ട്, ഗോഡ് ബ്ലസ് യു. സീമ സിസ്റ്ററുണ്ട്, ഗോഡ് ബ്ലസ് യു. അനേകർ പേരുകൾ വരുന്നുണ്ട്. ഞാൻ നിങ്ങളെല്ലാം, യേശുനാഥ ഷൈനി സിസ്റ്ററുണ്ട്, ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെയും കർത്താവ് അനുവദിച്ച കൃത്യം 8 മണിക്ക് തന്നെ, ഞാൻ ആദ്യത്തെ ലൈവ് 8 മണിക്ക് തുടങ്ങി. പക്ഷെങ്കിൽ അത് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റോപ്ഡ് എന്ന് പറഞ്ഞ് വന്നു. ദർശനമുള്ള പിന്നെയും തുടങ്ങും. 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെയും ഞാൻ തുടങ്ങി. ഇത് ബ്ലോക്ക് ആകാൻ ഞാൻ സമ്മതിക്കുന്നില്ല യേശുവിന്റെ നാമത്തിൽ. ഒന്ന് പറഞ്ഞേ, ദർശനം, നിന്റെ കുഞ്ഞുങ്ങളെ പറ്റി കാണുന്ന ദർശനം ബ്ലോക്ക് ആകാൻ സമ്മതിക്കില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. ഒരു ദോഷവും വരികയില്ല. അപ്പൊ മറന്നു പോവല്ല. 29-ാം തീയതി മുതൽ 5-ാം തീയതി വരെ കോട്ടയത്ത് നടക്കുന്ന മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കണം. ആത്മാവിന്റെ വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യണം. അതും ഒരു ശുശ്രൂഷ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യണം. അപ്പൊ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. നാളെ രാവിലെ കൃത്യം 8 മണിക്ക് വീണ്ടും നമുക്ക് കർത്താവ് അനുവദിച്ചാൽ കണ്ടുമുട്ടാം. ഗോഡ് ബ്ലസ് യു.